ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു വശ്യമന്ത്രത്തെ പറ്റിയിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ വശ്യമന്ത്രത്തെ പറ്റിയിട്ടാണ്. ശ്രീകൃഷ്ണൻ്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് അതീവ വശ്യശക്തി നമുക്ക് ലഭിക്കുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ നമ്മളിൽ വശ്യശക്തി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളോടൊരു സ്നേഹവും അതുപോലെ തന്നെ ഒരു ബഹുമാനമൊക്കെ തോന്നുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ ഒരു വശ്യത കൊണ്ട് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തായാലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിലായാലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ, അതുപോലെ തന്നെ സ്നേഹമില്ലായ്മ, ഒത്തൊരുമയില്ലായ്മ ഇവയൊക്കെ മാറി അവരുടെ പിണക്കങ്ങളൊക്കെ മാറി പരസ്പരം സ്നേഹിച്ച് കലഹങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് ഈ ഒരു മന്ത്രത്തിൻ്റെ ജപം നല്ലൊരു ഫലം നൽകുന്ന മന്ത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതെന്ന് നോക്കാം. രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. അതുപോലെ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ ഇരുന്ന് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ബുധനാഴ്ച, വ്യാഴാഴ്ച ഈ 2 ദിവസങ്ങളിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. അപ്പോൾ മറ്റ് ദിവസങ്ങളിലൊന്നും ജപിക്കേണ്ടതില്ല. എല്ലാ ആഴ്ചയിലെയും ബുധൻ, അതുപോലെ തന്നെ വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിൽ മാത്രം ഇത് ജപിച്ചാൽ മതിയാകും. നെയ്വിളക്കിന് മുമ്പിലിരുന്നിട്ട് ജപിക്കുകയാണെങ്കിൽ വളരെ വേഗം ഈ മന്ത്രത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മന്ത്രം പറഞ്ഞുതരാം. സുശ്യാമ കോമളം ദേവം ഗോപി മാനസ സുന്ദരം കാമദേവ സമാനാഭം ശ്രീകൃഷ്ണം പ്രണതോസ്മ്യഹം. ഇതാണ് മന്ത്രം. ഈ ഒരു മന്ത്രം 21 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. അതുപോലെ സമയവും അതുപോലെ തന്നെ ഏകാഗ്രതയൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് 41 അല്ലെങ്കിൽ 108 നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. 21 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കേണ്ടതാണ്. ഈ ഒരു മന്ത്രജപം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പൊരുത്തക്കേടും അതുപോലെ തന്നെ പിണക്കങ്ങളൊക്കെ മാറി ഭാര്യയ്ക്ക് ഭർത്താവിനോട് നല്ല ഒരു സ്നേഹവും ഒരു വശ്യതയൊക്കെ തോന്നുന്ന മന്ത്രമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഉത്തമമായിട്ടുള്ള മന്ത്രം കൂടിയാണിത്. പുരുഷന്മാരെ അല്ലെങ്കിൽ ഭർത്താവിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വശ്യമന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു വശ്യതയും ഒരു ആകർഷണ ശക്തിയൊക്കെ കൂടുന്നതാണ്. അപ്പോൾ നമ്മുടെ മറ്റ് ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായി വരാതെ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളിത് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാനോട് പറയേണ്ടതാണ്. അപ്പോൾ ആഴ്ചയിൽ ബുധനാഴ്ച അതുപോലെ തന്നെ വ്യാഴാഴ്ച ഈ 2 ദിവസങ്ങളിലാണ് ഇത് ജപിക്കേണ്ടത്. പിന്നെ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നിങ്ങൾക്ക് ജപിക്കുമ്പോൾ തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ശക്തിവിശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നവരൊക്കെ ഇണങ്ങാനൊക്കെ ശക്തിയുള്ള മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രത്തെ പറ്റിയിട്ട് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക. നന്ദി.